ഇന്ന് നാടൻ രുചിയിലൊരു ഇഞ്ചിക്കറിയാണ് കേട്ടോ. അപ്പം നല്ലപോലെ നല്ലെണ്ണ ഒഴിക്കുക, അതിലേക്ക് വട്ടം വട്ടം അരിഞ്ഞിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുക. കനം കുറച്ച് ഇഞ്ചി അരിയാൻ മറക്കണ്ട, എങ്കിലേ അത് നല്ലപോലെ മുരിഞ്ഞ് വരുള്ളൂ. അടുപ്പിൽ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക കേട്ടോ. പപ്പടം പോലും മുരിഞ്ഞോട്ടെ. എത്രത്തോളം നമ്മുടെ ഇഞ്ചി മൂക്കുന്നുവോ അത്രത്തോളം ഇഞ്ചിക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇത് മൂത്ത് വരുമ്പോൾ അപാര മണമാണ് കേട്ടോ, ഭയങ്കര നല്ല പ്ലസൻറ്റ് സ്മെല്ലാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ ഒരു 10 മുതൽ 12 മുളക് വരെ വറ്റൽ മുളകിട്ട്, അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉലുവ, പിന്നെ അതുപോലെ മല്ലിപ്പൊടി, ഇത്രയും ഇട്ട് വഴറ്റിയെടുക്കുക. വഴറ്റുക എന്ന് പറഞ്ഞാൽ അത് തട്ടുന്നതിന് മുമ്പ് നമുക്ക് എടുക്കാം കേട്ടോ. 1 മിനിറ്റ് മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ അത് നോക്കി ചെയ്യണേ. എന്നിട്ട് ഇതെല്ലാം കൂടി തണുത്ത ശേഷം മിക്സിയിലിട്ട് അരയ്ക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട, കട്ടിയായിട്ട് അരച്ചെടുക്കുക. എനിക്ക് അവസാനം ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുളിവെള്ളം പിഴിഞ്ഞ് വയ്ക്കാം. നെല്ലിക്ക വലിപ്പത്തിന് പുളി എടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പുളി ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. പുളി എടുത്ത് അതും ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളുടെ കറുത്ത പുളി തന്നെ എടുക്കണം, എങ്കിലേ അതിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇത് നന്നായിട്ട് വഴണ്ടൊന്നൊരു സ്മെല്ല് മാറും. ആ മാറുന്ന സമയത്ത് ഉപ്പും കായപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വഴറ്റിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ അത് ഒരേപോലെ എല്ലാ സ്ഥലത്തും ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വരുന്നൊരു മണം ഉണ്ടല്ലോ, നമുക്ക് വെറും തൈരുണ്ടെങ്കിൽ തന്നെ ചോറ് കഴിക്കാൻ പറ്റും, അത്ര നല്ല സ്മെല്ലാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഞാൻ ഉപ്പും കായപ്പൊടി ഇട്ടു. വീണ്ടും ഇപ്പോൾ കണ്ടോ, ഇളം ബ്രൗൺ ആണ്, പക്ഷെ അവസാനം ഇങ്ങനെ വഴറ്റി വരുമ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് ഇതെത്തും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഇഞ്ചിക്കറി കിട്ടും. പിന്നെ പൊതുവെ എല്ലാ സ്ഥലത്തും ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ, ചെറിയൊരു മധുരത്തിന് വേണ്ടി. പക്ഷെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. എനിക്ക് ആ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റോട് കൂടി കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ശർക്കര ആഡ് ചെയ്തോളൂ.